വേനൽ അവധിയൊക്കെ കഴിഞ്ഞാൽ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. ഇന്ന് ആലപ്പുഴ കലവൂരിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടനം നടക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യ അതിഥിയാകും. 3 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്നു. അപ്പോൾ ആലപ്പുഴയിലെ കലവൂർ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെയാണ് ഉദ്ഘാടനം നടക്കുക. പ്രവേശനോത്സവം വളരെ കാര്യമായി ഒരുക്കങ്ങളുണ്ട്. ഒരുപാട് കുരുന്നുകൾ സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഇപ്പോൾ ഇന്ന് പ്രവേശനോത്സവം നടക്കും. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കലവൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക. മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക. നിലമ്പൂരിൽ നിന്ന് മുഖ്യമന്ത്രി നേരെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനൊക്കെ അദ്ദേഹം വേദിയിലെത്തും. വിഷ്ണു സുരേഷിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിഷ്ണു, യഥാർത്ഥത്തിലെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മറ്റുള്ള അതിഥികളും എത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായി ചടങ്ങ് ആരംഭിക്കും. മാത്രമല്ല ഇത്തവണ ഒരു പുതുമയുണ്ടല്ലോ. അടൂരിലെ ഭദ്രാഹരി എഴുതിയ ഗാനമാണ് അവതരണ ഗാനമായി പ്രവേശനോത്സവത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും ഒരു പുതുമയാണ്. അതുപോലെ ഈ ക്ലാസ് ടൈമിലൊക്കെ തന്നെ കുറേ വ്യത്യാസം വരുന്നു. സബ്ജക്റ്റ് മിനിമം വരുന്നു. അങ്ങനെ കുറേ പരിഷ്കാരങ്ങൾ ഈ അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്നു. വിവരങ്ങൾ, സ്കൂളിൽ നിന്നുള്ള വിവരങ്ങൾ. SKN പ്രവേശനോത്സവത്തിന് വേണ്ടി കലവൂരിലെ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം തന്നെ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം ആ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി മാത്രമാണ് എത്താനുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തും. അദ്ദേഹം ആദ്യം എത്തി ഈ കുരുന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും സ്റ്റേജിലേക്ക് കയറുക. അല്പസമയത്തിനകം തന്നെ ഈ പ്രവേശനോത്സവ ഗാനം ഭദ്രാഹരി എഴുതി അൽഫോൺസ് സംഗീതം നൽകി അദ്ദേഹം തന്നെ പാടിയ ആ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമുണ്ട്. അതോടുകൂടിയായിരിക്കും ഈ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാക്കുക. സമഗ്രമായ ഒരു മാറ്റത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറുന്ന ഒരു അധ്യയന വർഷം കൂടിയാണിത്. അതിൽ പ്രത്യേകിച്ച് ഈ പഠനക്രമം അനുസരിച്ച് സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതായത് ഹൈസ്കൂളിന് അരമണിക്കൂറോ അധികം ക്ലാസ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ 6 ശനിയാഴ്ചകൾ ഹൈസ്കൂളിന് അധികമായി ഇത്തവണ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം UP വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ 2 ശനിയാഴ്ച കൂടി അധികമായി നൽകുന്നു. കൂടുതൽ വിദ്യാഭ്യാസം, അതായത് ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു. പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്കിടയിലെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങാനുള്ള ഒരു തീരുമാനം. ആദ്യത്തെ 1-2 ആഴ്ച ആ ക്ലാസ്സുകൾ ഉണ്ടാകും. ഒരു സമഗ്രമായ മാറ്റം അതിനാണ് തുടക്കം കുറിക്കുന്നത്. അത് ലഹരിക്കെതിരെയുള്ള വിഷയം മാത്രമല്ല, കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, സൈബറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള അവബോധമൊക്കെ നൽകും. വ്യക്തി ശുചിത്വം, പരിസര ശുചീകരണം, പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ടുള്ള മലിനീകരണങ്ങളൊക്കെ എങ്ങനെ തടയാം, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിനപ്പുറത്തേക്ക് സാമൂഹ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക. അവർക്ക് തെറ്റും ശരിയും കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അക്കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഒരു 2 ആഴ്ച